കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ, പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരും നീക്കും. ആമേൻ.